വർക്കൗട്ടിന് മുന്നേ ഉള്ള ഫുഡ് അഥവാ പ്രീ വർക്കൗട്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? പ്രത്യേകിച്ച് വണ്ണം കുറയ്ക്കുന്നവർക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ ബോഡിയിലെ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു എനർജി സോഴ്സ് ആണ്. ബോഡി അതിനെ എടുത്തോളൂ. നമ്മളുടെ ബോഡി അത്രയ്ക്ക് ഇന്റലിജന്റ് ആണ്. നമ്മുടെ ബോഡി ജോലി ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ എപ്പോ ഗ്ലൈക്കോജൻ റിസർവ് തീരുന്നുവോ അപ്പോൾ ബോഡി ഫാറ്റിനെ എനർജി ആയിട്ട് എടുത്തിരിക്കും. അല്ലാതെ ഒരു ഹെവി മീലിന് ശേഷം ബോഡിക്ക് റെസ്റ്റ് ആണ് വേണ്ടത്. അല്ലാതെ പോയി വെയിറ്റ് പൊക്കുകയോ അല്ലെന്നുണ്ടെങ്കിൽ ഓടുകയോ ചാടുകയോ അല്ല ചെയ്യേണ്ടത്. ഡൈജഷൻ എന്ന് പറയുന്നത് വലിയൊരു പ്രോസസ്സാണ്. അതിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? റെസ്റ്റ് ആണ് വേണ്ടത് ഫുഡ് കഴിച്ച ഉടനെ. ഉദാഹരണത്തിന് രാവിലെ വർക്കൗട്ട് ചെയ്യുന്ന മിക്ക ആളുകൾ എംപ്റ്റി സ്റ്റൊമക്കിലായിരിക്കും വർക്കൗട്ട് ചെയ്യുന്നത്. അന്നേരം എന്താണ് സംഭവിക്കുന്നത്? എംപ്റ്റി സ്റ്റൊമക്കിൽ വർക്കൗട്ട് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാൻ നേരത്ത് നമ്മുടെ ഗ്രോത്ത് ഹോർമോൺ ബോഡി കൂടുതലായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യിപ്പിക്കുന്നു. ഗ്രോത്ത് ഹോർമോൺ ആണ് ഒരു പരിധി വരെ നമ്മുടെ ഫാറ്റ് ബേർണിംഗ് ഹോർമോൺ. നേരെ മറിച്ച് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ പാൻക്രിയാസ് ഇൻസുലിനെ റേസ് ചെയ്യും, മാക്സിമം സ്പൈക്ക് ചെയ്യും. അപ്പോൾ ഇൻസുലിൻ ഗ്രോത്ത് ഹോർമോണെ അവിടെ സ്റ്റോപ്പ് ചെയ്യും. അപ്പോൾ നമ്മുടെ വർക്കൗട്ടിനിടയ്ക്ക് എന്താണ് വേണ്ടത്? ഇൻസുലിൻ പറയുന്ന ഹോർമോൺ നമുക്ക് ആവശ്യമില്ല. ഇപ്പോൾ ഒരു ബോഡി ബിൽഡർ ആണെങ്കിലും പ്രീ വർക്കൗട്ട് എടുത്ത ഉടനെ തന്നെ വർക്കൗട്ട് ചെയ്യാൻ പാടില്ല. അറ്റ്ലീസ്റ്റ് പ്രീ വർക്കൗട്ട് എന്ന് പറയുന്ന മീല് 2 മണിക്കൂറിന് മുന്നെങ്കിലും കഴിച്ചിരിക്കണം. എന്നാലേ അത് പ്രോപ്പറായിട്ട് ഡൈജസ്റ്റ് ആയിട്ട് നമുക്ക് വർക്കൗട്ടിന് എനർജി തരത്തുള്ളൂ. അന്നേരം നിങ്ങൾ ചെയ്യുന്ന മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകളാണ്, എല്ലാവരും പറയും ഞാൻ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്, അന്നേരം ഈ മൈന്യൂട്ടായിട്ടുള്ള മിസ്റ്റേക്കുകളാണ് നിങ്ങളുടെ റിസൾട്ടിനെ അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നത്.